ഹായ് ഗായ്സ്, collegevinci.com ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ആയിട്ടുള്ള MBA സ്പെഷ്യലൈസേഷൻസിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ? നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ MBA പഠിക്കുന്നത്? ഏത് സ്പെഷ്യലൈസേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? എന്താണ് മെയിൻ ആയിട്ടുള്ള 2 കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റുള്ളൂ. MBA ചെയ്യണം, ഏത് സ്പെഷ്യലൈസേഷൻസ് ചെയ്യണം, ഏത് സ്പെഷ്യലൈസേഷൻസ് ചെയ്താലാണ് ഹൈ സാലറിയോടുകൂടി ജോലി കിട്ടും, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, കുറെ കൺഫ്യൂഷനും കുറെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഈ വീഡിയോയിലൂടെ സ്പെഷ്യലൈസേഷൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഏത് സ്പെഷ്യലൈസേഷൻസ് എടുക്കുന്നതാണ് നല്ലത്? ഇപ്പൊ HR വരുന്നുണ്ട്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ബാങ്കിങ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, ഓപ്പറേഷൻ മാനേജ്മെന്റ് വരുന്നുണ്ട്, എന്റർപ്രണർഷിപ്പ് വരുന്നുണ്ട്. ഏതാണ് ഇതിൽ നല്ലത്? ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. വൈഡ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് MBA. ഫസ്റ്റ് ഇയർ എല്ലാവർക്കും കോമൺ ആയിരിക്കും. സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാൻ ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരെയും ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചായിരിക്കും നിങ്ങൾ ആ സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മേഖലയിലേക്ക് തിരിയേണ്ടത്. സോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണോ, എന്നാൽ നിങ്ങൾക്ക് എന്റർപ്രണർഷിപ്പ് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അതാണ് MBA ഇൻ എന്റർപ്രണർഷിപ്പ്. അതാണ് ആദ്യത്തെ സ്പെഷ്യലൈസേഷൻ വരുന്നത്. ബിസിനസിന്റെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ നിക്ഷേപം, ബാങ്കിങ്, വിപണി എന്നീ മേഖലയിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, കൺസ്യൂമർ ബിഹേവിയർ, പ്രൊമോഷണൽ ടെക്നിക്കുകൾ ഇതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് റിക്രൂട്ടിങ്ങോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ഇങ്ങനത്തെ ഒരു മേഖലയിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് HR ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി വരുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഉൽപ്പന്ന പ്രക്രിയകളും ലോജിസ്റ്റിക് ക്വാളിറ്റി കൺട്രോളറോ ഇങ്ങനൊരു മേഖലയിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓപ്പറേഷൻ മാനേജർ ആയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ബിസിനസ് പ്രോസസ്സുകളിൽ ടെക്നോളജിയുടെ പ്രയോജനം, പിന്നെ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്, ഡാറ്റ അനാലിസിസ് എന്നിവയിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇൻഫർമേഷൻ ടെക്നോളജി ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പൊ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അവരെ ഇൻഷുറൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന സ്പെഷ്യലൈസേഷൻസ്. ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് ഇപ്പൊ കരിയറിൽ ഏത് മേഖലയിലേക്കാണ് ഇപ്പൊ നിങ്ങൾ തിരിയേണ്ടത്? ഇപ്പൊ HR ആവാം, ഫിനാൻസ് ആവാം, നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റിക്കോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനത്തെ ഒരു മേഖലയിലേക്കാണ് നിങ്ങൾക്ക് തിരിയേണ്ടതെങ്കിൽ നിങ്ങളത് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്നനുസരിച്ച് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് സ്പെഷ്യലൈസേഷൻസ് എടുക്കാൻ നോക്കുക. ഇപ്പൊ വല്ലവരും പറഞ്ഞു അല്ലെങ്കിൽ അവരെല്ലാരും കൂടി ഒരു കൂട്ടം ആൾക്കാർ പോയിട്ട് HR എടുത്തു അല്ലെങ്കിൽ ഫിനാൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി പോയി ചേരാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ MBA കൂടെ നിങ്ങൾ സ്പെഷ്യലൈസേഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളാണ് പഠിക്കേണ്ടത്. സോ നിങ്ങൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് MBA കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സോ അഡ്മിഷൻ ഏത് കോളേജിൽ എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി ഏത് ഇതിലെടുത്താലാണ് നിങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് ഏതിലാണ് വാല്യൂ ഉണ്ടായിരിക്കുക, പ്ലേസ്മെന്റുള്ള കോളേജസ് ഏതൊക്കെയാണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. സോ താങ്ക് യു.